ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോർ അവർ യു എന്ന സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. എന്ന എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. നാളെ ആക്ച്വലി എൻ്റെ ഒരു എക്സാമാണ്. പക്ഷേ എക്സാമായിട്ടും ഞാനിവിടെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ പഠിച്ചു, എന്നാലും ഫുള്ളായിട്ട് പഠിച്ചിട്ടില്ല. കാരണം പോർഷൻ കുറച്ചൊന്ന് ഹൈ ആണ്. അപ്പോൾ മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം തലയിലൊന്നും ഇരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് സംഭവം മാത്രമാണ് പഠിച്ചത്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഞാൻ എപ്പോഴും പൊട്ടുന്ന അല്ലെങ്കിൽ എപ്പോഴും സ്കോർ കുറച്ച് വാങ്ങുന്ന ഒരു സബ്ജക്റ്റാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. അതുമാത്രമല്ല, വേറൊരു ഹാപ്പി ന്യൂസ് ഉള്ളത്, നമ്മുടെ ചാനൽ 5K ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് സ്റ്റാർട്ടിങ് വിട്ട് എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നു. എപ്പോഴും കമൻറ്റ് ഇടുകയും ലൈക്ക് ഇടുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ നോർത്ത് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ നോർത്തിനെ പിക്ക് ചെയ്യാനായിട്ട് ജോഹാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടായിരുന്നു ഈ എപ്പിസോഡ് എൻഡ് ആയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ ജോഹാൻ നോർത്തിനെ അവൻ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവിടുന്നുണ്ട്. എന്നിട്ട് നിൻ്റെ വർക്ക് എപ്പോഴാണ് കഴിയുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ രാത്രി 10 മണി അടുപ്പിച്ചാവും. അത് ഓണർ എപ്പോഴാണോ കട അടയ്ക്കാൻ തീരുമാനിക്കുന്നത് അതനുസരിച്ചാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ എങ്കിൽ ഓക്കെ, നീ തിരിച്ച് ഹില്ലിൻ്റെ കൂടെ പോയാൽ മതി. എന്തായാലും ഹില്ല് ടേറിനെ പിക്ക് ചെയ്യാനായിട്ട് വരും. അപ്പോൾ പിന്നെ അവൻ്റെ കൂടെ നീ പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. നോർത്തും ഓക്കെ കൊണ്ടുവിടാൻ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നോർത്ത് അകത്തേക്ക് കയറി ഇതും റെസ്റ്റോറൻറ്റ് ഓണർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ലേഡിയുടെ പേര് യാ എന്നാണ്. യാ വന്നിട്ട് അല്ലടാ, ആരാ ചെക്കൻ, നിൻ്റെ ബോയ് ഫ്രണ്ടാണോ, എനിക്കവനെ കാണണമെന്ന് പറയാണ്. ആ സമയം നോർത്ത് ഇല്ല, അതെൻ്റെ ബോയ് ഫ്രണ്ടൊന്നും അല്ലാന്ന് പറഞ്ഞപ്പോൾ യാ ആണെങ്കിൽ ഞാനവനെ മൊത്തത്തിൽ കണ്ടില്ല, അവനെ കാണാൻ നല്ല ലുക്ക് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കവനെ കാണണം, നിൻ്റെ അവൻ്റെ ഫോട്ടോ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവൻ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അവരാണെങ്കിൽ നീ ഇങ്ങനെ മറച്ച് പിടിക്കല്ലേ, എനിക്കും കൂടെ കാണിച്ചാൽ അവന് ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ എല്ലാം ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവൻ അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ യായാണെങ്കിൽ എങ്കിൽ പിന്നെ ഞാൻ അവരുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്തിട്ടേ ചോദിക്കുന്നുണ്ട്. ആ സമയം ഓർത്ത് ചെയ്തോന്ന് പറയാണ്. ഇതേ സമയം ടേർ ഓൾറെഡി അവിടെ വർക്ക് ചെയ്യാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇവരുടെ സംസാരം കേട്ടിട്ട് ടേർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയം നമ്മുടെ ജോഹാൻ അവരോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലായിട്ട് ടേർ ഇവരെ നോർത്തിനെയും ജോഹാനെയും ഷിപ്പ് ചെയ്യുന്നതുകൊണ്ടല്ലേ നിൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം യായ്ക്ക് ഡൗട്ട് വരുന്നുണ്ട്, ശരിക്കും ഒരു നോർത്തും ജോഹാനും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? എന്നാൽ നോർത്ത് അങ്ങനെയൊന്നുമില്ല, ഇവൻ ചുമ്മാ പറയുന്നതെന്ന് പറയുന്നുണ്ട്. അതേസമയം യായാണെങ്കിൽ നോർത്ത് ജോഹാൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കാത്തതുകൊണ്ട് തന്നെ ടേറിനോട് നീ എനിക്ക് ഫോട്ടോ കാണിച്ചോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ടേറാണെങ്കിൽ സോഷ്യൽ മീഡിയ കയറിയിട്ട് ജോഹാൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതേ സമയം നോർത്ത് ഡ്രസ്സ് മാറാനായിട്ട് പോവുകയാണ്. നോർത്ത് അങ്ങനെ ഡ്രസ്സ് മാറിയിട്ട് തിരിച്ചു വരുന്ന ടൈമിന് ഇവർ രണ്ടുപേരും ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്തോ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ നോർത്ത് വന്നപ്പോൾ അവനെ അറിയിക്കാതെ മറച്ചു പിടിക്കുകയാണ്. നോർത്തിനും എന്തോ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്, ചോദിച്ചിട്ട് അവർ പറയുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് നൈറ്റ് വർക്ക് കഴിഞ്ഞിട്ട് ടേർ ഹില്ല് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ആ സമയം ഡ്രസ്സൊക്കെ മാറിയിട്ട് നോർത്തും അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിന് ടേർ തൻ്റെ അടുത്ത് എന്തോ മറച്ച് വെക്കുന്നുണ്ട് എന്ന് ഉറപ്പുള്ള നോർത്ത് അല്ല, നീ എന്താ എൻ്റെ അടുത്ത് ഒളിപ്പിച്ച് വയ്ക്കുന്നത്, നീ എന്താ നല്ല അടിപൊളിയായിട്ട് കള്ളം പറയുന്നതാണ് നിൻ്റെ വിചാരം, എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്, മര്യാദയ്ക്ക് സത്യം പറയാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ടേർ ഓക്കെ പറയാം, പക്ഷേ നീ വിഷമിക്കത്തില്ല, അപ്സെറ്റ് ആവത്തില്ല, ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കില്ല എന്നൊക്കെ എനിക്ക് പ്രോമിസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നോർത്ത് ഓക്കെ നീ പറയാനായിട്ട് പറയാണ്. അങ്ങനെ ടേർ അവൻ്റെ ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് വന്നത്. സോഷ്യൽ മീഡിയ എന്ന് ഉദ്ദേശിച്ചത് ലൈക്ക് ഇവരുടെ യൂണിവേഴ്സിറ്റി പേജ് എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ കോളേജുമായിട്ട് ബന്ധപ്പെട്ടൊരു കുഞ്ഞു ന്യൂസ്, ലൈക്ക് അവിടെയുള്ള പിള്ളേർ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം നോർത്ത് ജോഹാൻ്റെ അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ ജോഹാൻ്റെ കൂടെ ജോഹാൻ അവനെ രാവിലെ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയം ബൈക്കിൽ വന്നപ്പോൾ ഉള്ള കുറച്ച് ഫോട്ടോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഫോട്ടോസിൻ്റെ കൂടെ ഇങ്ങനെ ന്യൂസ് വന്നിട്ടുണ്ട്, ജോഹാനാണെങ്കിൽ ബൈക്കിൽ പോകുന്നു, അതിൻ്റെ കൂടെ തന്നെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഏതൊരു പയ്യനുണ്ടെന്ന്. ഹെൽമെറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഒന്നാമത് ഇവരെ മനസ്സിലാവുന്നില്ല. അതിൻ്റെ കൂടെ ജോഹാൻ പോപ്പുലർ ആയതുകൊണ്ട് അവന് ഈസി ആയിട്ട് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ നോർത്ത് പോപ്പുലർ അല്ലാത്തതുകൊണ്ട് തന്നെ അവൻ ആരാന്ന് ഇവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ആരാണ് ആ മിസ്റ്റീരിയസ് പയ്യൻ, അല്ല ജോഹാൻ്റെ കൂടെ അവനെന്തിനാണ് ബൈക്കിൽ പോകുന്നത്, എന്തായാലും ജോഹാൻ ബൈക്കിൽ പോകുന്ന നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കമൻറ്റ് വരുന്നുണ്ട്. തൊട്ട് താഴെ മറ്റൊരു ന്യൂസ് കിടക്കുകയാണ്. അതായത് നമ്മുടെ ജോഹാൻ നോർത്തിനെ കോളേജിലേക്ക് നേരത്തെ കൊണ്ടുവിട്ടു, എന്നാൽ അവൻ്റെ ക്ലാസ് ഉച്ചയ്ക്കായതുകൊണ്ട് തന്നെ ടൈഗറിൻ്റെ അടുത്ത് അവനെ വന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈഗർ ബൈക്കിൽ വന്ന് അവനെ പിക്ക് ചെയ്തുകൊണ്ട് പോയായിരുന്നു. ടൈഗറും ഒരുവിധം ഫേമസ് ആണ്, അതുകൊണ്ട് തന്നെ ടൈഗർ ഇവനെ ബൈക്കിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഫോട്ടോസും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ടൈഗറിൻ്റെ കൂടെ അതേ സെയിം പയ്യൻ വീണ്ടും വണ്ടിയിലിരുന്ന് പോകുന്നു. ഈ പയ്യൻ എന്താ ഇവരെ രണ്ടുപേരും മാറി ഡേറ്റ് ചെയ്യുവാണോ, ഈ പയ്യൻ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വരുന്നുണ്ട്. നോർത്ത് അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ വായിച്ച് വരുന്ന ടൈമിന് ടോർ അവനെ തടങ്ങിട്ട് മതി വായിക്കുന്നതെന്നുണ്ടെങ്കിൽ സങ്കടമാവും എന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്ത് ചിരിച്ചുകൊണ്ട് സങ്കടമോ, ഞാനെന്തിനാ ഇതൊക്കെ മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നത്, ജോഹാനും ഞാനും തമ്മിൽ ഒന്നുമില്ല, അതുപോലെ തന്നെ ടൈഗർ എൻ്റെ ഫ്രണ്ടുമാണ്, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ, പിന്നെ ആൾക്കാർ പറയുന്നതൊക്കെ ഞാനെന്തിനാ കേൾക്കാൻ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോർ ഞാൻ വിചാരിച്ചു നീ ഇതാലോചിച്ച് വിഷമിക്കുമെന്ന്. ആ സമയം നോർത്ത് ഒരിക്കലും ഇല്ല, അതൊന്നും എൻ്റെ മൈൻഡ് ഇല്ല, അവിടെ സത്യം പറഞ്ഞാൽ നിന്നെ കണ്ടിട്ട് നിൻ്റെ മൈൻഡ് എന്തോ ഉള്ള പോലെ തോന്നുന്നുണ്ട്, സത്യം പറയാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ടോർ അത് പിന്നെ ഞാൻ മുമ്പ് ഹില്ലെന്നെ ഇട്ടിട്ട് പോയത് വേറെ എന്തോ എന്നെ വേണ്ടാത്തതുകൊണ്ടാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ തെറ്റിദ്ധരിച്ചു, എന്നാൽ ശരിക്കുള്ള കാരണം അതല്ല, അതറിഞ്ഞപ്പോൾ എന്തോ അവനെ തെറ്റിദ്ധരിച്ചതിൽ കുറ്റബോധം തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം കറക്റ്റ് ഹില്ല് അങ്ങോട്ടേ വന്നിട്ടുണ്ടായിരുന്നു. നോർത്ത് അപ്പോൾ അതേ നിന്നെ ഇട്ടിട്ട് പോയ ആൾ തിരിച്ചു വന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തിറങ്ങാണ്.
അങ്ങനെ ഹില്ലാണെങ്കിൽ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ടേറിന് കയറാനായിട്ട് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേസമയം ടേറ് നോർത്തുമായിട്ട് റിലേറ്റ് ആയിട്ട് ഒരു വലിയ സംഭവം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹില്ല് നോർത്തിനെ നോക്കിയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്ന ടൈമിൽ അതൊന്നുമില്ല, ഇവൻ വെറുതെ പറയുന്നതെന്ന് പറയുന്നുണ്ട്. ആ ഹില്ലും അത് വിശ്വസിക്കാതെ എന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നോർത്ത് അത് പിന്നെ ഒരു സോഷ്യൽ മീഡിയ പേജ്, അതിൻ്റെ അകത്ത് ഞാനും ജോഹനും ഒരുമിച്ചുള്ള കുറച്ച് ഫോട്ടോസ് ഇറങ്ങി, അതിലെ കമൻസും അത്ര നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹില്ല് നോർത്തിനോട് നിനക്ക് അതോർത്തിട്ട് എന്തെങ്കിലും വിഷമമുണ്ടെന്ന് വെച്ചപ്പോൾ ഇല്ല ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാണ്. അതേസമയം ടേർ ഹില്ലിൻ്റെ അടുത്ത് ദേണ്ടേ ജോഹാനെങ്ങാനും ഇവനെ നല്ലതുപോലെ നോക്കിയില്ലെങ്കിൽ ജോഹാനായിട്ട് ഇവനെ ഡേറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ഹില്ലങ്ങനെ ഓക്കെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ സമാധാനിപ്പിച്ച് വണ്ടി കയറ്റുന്നുണ്ട്. അങ്ങനെ അവർ മൂന്നിന് തിരിച്ചു പോവാണ്. പോകുന്ന ടൈമിന് ഫുഡും കഴിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് ടേറ് അവൻ്റെ ഫോൺ നോക്കുന്ന ടൈമിന് നേരത്തെ ഇവർ ഈ ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത അതേ ആ ഒരു സോഷ്യൽ മീഡിയ പേജാണെങ്കിൽ ഇപ്പോൾ വന്നിട്ട് നേരത്തെ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന് സോറി, നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ആ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയ പേജ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു സോഷ്യൽ മീഡിയ പേജ് അപ്പോൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസ് കണ്ടിട്ട് നമ്മുടെ ടേറ് നോർത്തിനെയും കാണിച്ചിട്ട് അടിപൊളി, അവരാണെങ്കിൽ സോറിയും പറഞ്ഞു ആ പേജ് ഡിലീറ്റ് ചെയ്യാൻ കൊള്ളാമല്ലോ എന്ന് പറയുന്നുണ്ട്. ഇതേസമയം ഹില്ലാണെങ്കിൽ അതെന്തായാലും നന്നായി, അല്ല നിങ്ങൾക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പേ വേറെ എന്തെങ്കിലും സാധനം വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ടേറ് വേണ്ടാന്ന് പറയാണ്. നോർത്തും മര്യാദയുടെ ഈ ഒരു ഇതിൽ വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ സമയം ഇല്ല നീ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോ, എൻ്റെ അടുത്ത് അല്ലെങ്കിലും ഒരാൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയാണ്. ജോഹാനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ നോർത്തിനത് മനസ്സിലാവുന്നില്ല. നോർത്ത് അപ്പം ആരാന്നുള്ള രീതി ഇരുന്നിട്ട് അല്ല എനിക്കൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹില്ലാണെങ്കിൽ ജോഹാൻ വിളിച്ചത് പ്രകാരം ജോഹാൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ് പിന്നീട്. അങ്ങനെ അങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ ജോഹാനാണെങ്കിൽ നീ നോർത്തിനെയും ടേറിനെയും വീട്ടിലേക്ക് കൊണ്ടാക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കൊണ്ടാക്കി, എന്താ അത് ചോദിക്കാനാണോ നീ ഇത്രയും ദൂരം വിളിച്ച് വരുത്തിയെന്ന് വെച്ചപ്പോൾ ജോഹാൻ അതല്ല, അത് പിന്നെ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുന്ന പൈസയൊന്നും ചിലവാകാത്ത എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നോർത്തിന് ഇപ്പോൾ ഇങ്ങനെ നൈറ്റ് തിരിച്ചു കൊണ്ടുവരുമ്പോൾ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഫുഡ്, അവനെന്തെങ്കിലും സാധനം വേണമെങ്കിലുള്ള ആ സംഭവങ്ങൾ, അതിനുള്ള ക്യാഷ് എല്ലാം ജോഹാനാണ് നമ്മുടെ ഹില്ലിന് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് ജോഹാൻ്റെ ക്യാഷിൽ നോർത്തിന് ഡെയിലി ഓരോ സാധനങ്ങൾ കിട്ടുന്നുണ്ട്, എന്നാൽ നോർത്ത് അത് അറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ജോഹാനാണെങ്കിൽ റിച്ച് ആയതുകൊണ്ട് തന്നെ നോർത്തിന് എന്തെങ്കിലും ആവശ്യം വരുമെന്ന് കരുതിയിട്ട് കുറച്ച് പൈസ അയച്ചു കൊടുക്കാതെ ഹില്ലിൻ്റെ അക്കൗണ്ടിലേക്ക് നോർത്തിന് വേണ്ടിയിട്ട് ലക്ഷങ്ങളാണ് അയച്ചു കൊടുക്കുന്നത്. എന്നാൽ അവനാണെങ്കിൽ ഫുഡ് മാത്രമല്ലേ വാങ്ങുന്നുള്ളൂ, അതുകൊണ്ട് എൻ്റെ പൈസ ഒട്ടും അനങ്ങുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഹില്ലിനോട് എന്തുകൊണ്ട് ആ പൈസ ഒന്നും ചിലവാകുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഹില്ല് നീ എന്താ അവന് വല്ല കാറ് വല്ലതും വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കുവാണോ ഇത്രയും പൈസ അയക്കാൻ, നീ എനിക്ക് പൈസ അയക്കുന്നത് നിർത്താനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ കാറ് വാങ്ങുന്ന കാര്യം ശരിക്കും അങ്ങ് ആലോചിച്ചിട്ട് അവന് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഹില്ല് എൻ്റെ പൊന്നെ ഞാൻ വെറുതെ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഹില്ല് അല്ല ആ ഒരു സോഷ്യൽ മീഡിയ പേജ് ഇപ്പോൾ ഡിലീറ്റ് ആക്കാൻ കാരണം നീയല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ ഞാൻ തന്നെയാണ്, അവരല്ലെങ്കിലും കുറേ സംഭവങ്ങൾ ഇന്ന് വെറുതെ ന്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ തന്നെയാണ് അവരെ അക്കൗണ്ട് പൂട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഹില്ലപ്പോൾ ടേറ് നിന്നോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു, അഥവാ നീ നോർത്തിനെ നേരെ നോക്കിയില്ലെങ്കിൽ അവനെ ഡേറ്റ് ചെയ്യാനായിട്ട് ടേറ് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ സമയത്തായിട്ട് ജോഹാൻ ഈ ഒരു ന്യൂസ് വന്നതിൽ നോർത്തിന് സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം എവിടെ നിന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല, അവൻ നിന്നെക്കുറിച്ച് പോലും ആലോചിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ പോടാന്ന് പറയുന്നുണ്ട്. ആ സമയം ഇല്ല ഞാൻ കാര്യമായിട്ട് പറയാം, നിനക്ക് നോർത്തിനെ അങ്ങ് പൊന്നു പറഞ്ഞ് നോക്കിക്കൂടെ, നീ എന്നാത്തിനെ ഇങ്ങനെ കിടന്ന് കടുംപിടുത്തം കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ശരി അല്ല നിൻ്റെ ലിസ്റ്റിലുള്ള പെമ്പിള്ളരെ എല്ലാം നീ ഒഴിവാക്കി കളഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഓരോന്നിനായിട്ട് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇല്ല അപ്പം നീ ശരിക്കും നോർത്തിനെ അങ്ങ് സെലക്ട് ചെയ്തോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പണ്ടേ അവനെ തന്നെ സെലക്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതെന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല, അതൊക്കെ നമുക്ക് വഴിയെ പോകുന്നതനുസരിച്ച് മനസ്സിലാക്കാം. ആ സമയം ഹില്ല് ടേറിനെന്തോ തൻ്റെ മുത്തശ്ശീനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയെന്ന് ഡൗട്ട് വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോഹാൻ്റെ അടുത്ത് നിങ്ങൾ ടേറിനോട് എൻ്റെ മുത്തശ്ശിയെക്കുറിച്ച് പറഞ്ഞല്ലേ, അവൻ അതിനെക്കുറിച്ച് അറിഞ്ഞല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം കഴിഞ്ഞ എപ്പിസോഡിൽ ടേർ ചോദിച്ചതുകൊണ്ട് തന്നെ ഇവർക്ക് പറയേണ്ടി വന്നു. ആ സമയം ജോഹാനാണെങ്കിൽ ഇത് കേട്ടപ്പോഴത്തേക്കും അത് എതിർക്കുന്നില്ല. അതിലൂടെ ഹില്ലിന് മനസ്സിലാവുന്നുണ്ട് ടേറിന് തൻ്റെ മുത്തശ്ശിയുടെ കാര്യങ്ങളും ആക്സിഡൻറ്റും എല്ലാം മനസ്സിലായിന്ന്. അതേസമയം ഹില്ല് എനിക്കാണെങ്കിൽ ഫാമിലിനെ കുറിച്ച് പറയുമ്പോഴേ പേടിയാന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ എപ്പോഴാണെങ്കിലും അവൻ അതൊക്കെ അറിയേണ്ടില്ലെന്ന് പറയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നോർത്തും ജോഹാനും റൂമിലെത്തിയിരിക്കുന്ന സംസാരിക്കുന്നതാണ്. ആ സമയം മുത്തശ്ശിയുടെ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞതും ഹില്ല് തന്നെ ഇട്ടിട്ട് പോകാനുള്ള റീസൺ അതാണെന്നും പെട്ടെന്ന് പോയത് അതുകൊണ്ടെന്നൊക്കെയാണെന്നും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം നോർത്ത് എന്നാലും നിന്നോട് പറയാതെ അങ്ങനെ പോകുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം എനിക്കറിയത്തില്ല, എന്തായാലും അവൻ ഓക്കെ അപ്പോൾ പറയട്ടെ, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നോർത്തിനോട് അല്ല ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ജോഹാനോട് ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം നോർത്ത് ഇല്ല അല്ല ഇപ്പം എന്തിനാ നീ അതൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നത്, സാധാരണ നീയാണെങ്കിൽ എന്നെ അതിനകത്ത് ഷിപ്പ് ചെയ്യുക മാത്രമല്ലേ ചെയ്യാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ അതൊക്കെ ശരിയാ, ഞാൻ നിങ്ങളെ ഷിപ്പ് ചെയ്യാറ് മാത്രമേ ചെയ്യാറുള്ളൂ, പക്ഷേ എന്തോ എനിക്ക് നിങ്ങളുടെ ഇടയിൽ എന്തോ ഉള്ളൊരു ഫീല്
ജോഹാന് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആസിമിനോർത്ത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷേ ചില സമയം എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്നാൽ ചില സമയം അവനെന്താ ഇങ്ങനത്തെ ഒരാൾ ഇഷ്ടമാണെങ്കിൽ അവനെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ ആലോചിച്ച് പോയിട്ടുണ്ടെന്ന് പറയാണ്. ആസിമിൻ ടയർ ഒരുപക്ഷെ അവൻ്റെ ഫ്ലേട്ടിങ് സ്റ്റൈൽ ഇങ്ങനെയായിരിക്കും എന്ന് പറയാണ്. എന്നിട്ട് ഒരുപക്ഷെ ശരിക്കും അവന് നിൻ്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ടെങ്കിൽ നീ എന്ത് റിപ്ലൈ കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. നോർത്തപ്പോൾ കുറച്ചൊന്ന് ആലോചിച്ചിട്ട് സത്യമായിട്ട് എനിക്കറിയത്തില്ല, എനിക്ക് എന്നെപ്പോലും സ്വയം അറിയത്തില്ല, അതുകൊണ്ട് ഞാനൊരാളെ സ്നേഹിച്ചാലും എനിക്ക് അയാളോട് ഇഷ്ടമുണ്ടോ ഇല്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ അത്ര എളുപ്പത്തിൽ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ആളൊന്നുമല്ല, എനിക്കൊരാളുടെ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് ഞാൻ അങ്ങ് പ്രകടിപ്പിക്കുമെന്നും പറയാണ്. ആ സമയം ടേറും അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. എന്നിട്ട് ജോഹാൻ മറ്റൊരാളുടെ കൂടെ ഇങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും അവർക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ നിന്നെ ഇഷ്ടപ്പെടാൻ ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവൻ നിന്നെ ഓൾറെഡി ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ നിൻ്റെ മനസ്സൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാനാ, കാരണം ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ എന്ന് പറയാണ്. ആ സമയം അവനും അത് ആലോചിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ഇവനാണെങ്കിൽ ഡ്രോയിങ് ക്ലബ്ബിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ്, വേറെ ആരും അവിടെ ഇല്ല. അതേസമയം ഒരു പെൺകുട്ടി ഇവന് കഴിഞ്ഞ ദിവസം നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്ന് വെച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ പെൺകുട്ടിക്ക് അവൾ ഇപ്പോൾ വീണ്ടും മെസ്സേജ് അയച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അവൾ ഓക്കെ എന്ന് പറയാണ്. അതേസമയമാണ് അങ്ങോട്ടേക്ക് ദാവോ വരുന്നത്. ദാവോ വന്നിട്ട് ഇവനോട് ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയം ഇവൻ്റെ മൈൻഡിൽ എന്തൊക്കെയോ കിടപ്പുണ്ട്. ഒരു പക്ഷേ ജോഹാൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം മെസ്സേജ് അയച്ച പെൺകുട്ടിയുടെ എന്തെങ്കിലും കാര്യമായിരിക്കാം. അങ്ങനെ അവനാണെങ്കിൽ ആ ഒരു മൈൻഡിൽ നിന്ന് ആ സംഭവം മാറ്റാനായിട്ട് ഇപ്പോൾ ദാവോയുടെ അടുത്ത് ഞാനാണെങ്കിൽ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിലുള്ള സംഭവങ്ങളെല്ലാം മാറുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ദാവോ മാറും ഉറപ്പായിട്ടും, കാരണം നമ്മുടെ കോൺസെൻട്രേഷൻ ഡ്രോയിങ്ങിലോട്ട് മാറുമ്പോൾ നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന സംഭവം നമ്മൾ ആലോചിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്ത് പറ്റി നിൻ്റെ മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദാവോ എങ്കിൽ നമുക്ക് ഡ്രോയിങ് ചെയ്യാം, ഞാൻ എൻ്റെ ബ്രഷ് വേണമെങ്കിൽ നിനക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ നോർത്താണെങ്കിൽ ഫസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ വേണ്ടാന്ന് പറയാണ്. ആ സമയം ദാവോ നീ ഈ ക്ലബ്ബിൽ വന്നിട്ട് ഒരിക്കൽ പോലും ഡ്രോയിങ് ചെയ്തിട്ടില്ല, എന്തായാലും ഞാൻ ഡ്രോയിങ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ദാവോ ഡ്രോയിങ് ചെയ്യാൻ പോവാണ്. നോർത്ത് എനിക്ക് ശരിക്കും കണ്ടിന്യൂ ചെയ്തു, ഞാൻ പോവുക, എൻ്റെ ക്ലാസ് തുടങ്ങാൻ ഒരല്പം ടൈമുണ്ട്, അപ്പോഴത്തേക്കും ഇപ്പോഴേ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട്. അങ്ങനെ അവൻ പോയി കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് അവനാണെങ്കിൽ അവൻ്റെ ക്ലാസ് നടക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നതാണ്. ആ സമയം ടൈഗർ അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ടൈഗറിനോട് ഇവൻ അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഒരാളുടെ ഇഷ്ടമുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ടൈഗർ അതാ നീ അങ്ങനെ ചോദിക്കുന്നത്, നീ ചോദിക്കുന്ന കേട്ടാൽ തോന്നും നീ മുമ്പേ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്ന്, ഇപ്പം എന്തോ ഇങ്ങനെ ഒരു ഡൗട്ട് വരാമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഓർത്ത് അത് പിന്നെ നീ പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് നമുക്ക് എങ്ങനെയാണ് ഒരാൾ ഇത്രയും സ്നേഹിക്കാൻ പറ്റുന്നത്, നീ ഇപ്പം നാവോനെ സ്നേഹിക്കുന്നില്ലേ, അതിപ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ടൈഗർ അത് പിന്നെ സ്നേഹം അതുമായിട്ട് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും, അതായത് അവരെങ്ങനെയാണോ ഉള്ളത്, അവരുടെ ക്യാരക്ടർ, അവരുടെ ആ ഒരു രീതി, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ അവർ എങ്ങനെയാണ് ശരിക്കും ഉള്ളത് അതൊക്കെ നമ്മളങ്ങ് ഇഷ്ടപ്പെടും. ലൈക്ക് എക്സാക്റ്റ് നമ്മുടെ ടൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ ടൈപ്പിനേക്കാൾ മേലെയുള്ള ഒരാൾ എന്നൊരു കോൺസെപ്റ്റ് ഇല്ലേ, അതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അല്ല എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഓർത്ത് ഒന്നുമില്ല എന്ന് പറയാണ്. അതേസമയം ഇവനാണെങ്കിൽ നാവോടെ ഒരു ക്യൂട്ട് ഫോട്ടോ എടുത്ത് നോർത്തിനെ കാണിച്ചിട്ട് കണ്ടില്ലേ നല്ല ക്യൂട്ടായിട്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം നോർത്താണെങ്കിൽ ഇവനാണെങ്കിൽ നാവിനെ പറ്റി എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേട്ട് മടുത്തേക്കാണ്. അതേസമയം നാവോ അങ്ങോട്ടേക്ക് വരുന്നത്. നാവോയ്ക്കും നോർത്തിനും ഇപ്പോൾ സെയിം ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നോർത്തിനോട് നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ ടൈഗർ വാ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. നാവോ അപ്പോൾ അതിന് നീ എന്തിനാ എൻ്റെ കൂടെ വരുന്നത്, നിനക്കിപ്പോൾ എൻ്റെ ക്ലാസ്സിലല്ലോ, നിനക്ക് വേറെ ക്ലാസ്സില്ലേ, മര്യാദയ്ക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറയുന്നുണ്ട്. ആ സമയം ടൈഗർ ഇല്ല ഞാൻ നിൻ്റെ കൂടെ നിൻ്റെ ക്ലാസ്സിലോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ തോളിലും കൈയിട്ട് അവനെയും കൊണ്ടിങ്ങനെ പോകുന്നുണ്ട്. നോർത്താണെങ്കിൽ ഇത് കണ്ടു നിന്നിട്ട് പിന്നെ അവരുടെ പുറകെ പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നോർത്തിൻ്റെ ക്ലാസ് കഴിയുന്നതാണ്. അങ്ങനെ സാർ നന്നായിട്ട് പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അതേസമയം ആ ഒരു പെൺകൊച്ച് വീണ്ടും ഒരു മെസ്സേജ് അയച്ചിട്ട് ഞാൻ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ക്യാൻറ്റീനിലുണ്ട് അങ്ങോട്ടേക്ക് വരാൻ പറയാണ്. അങ്ങനെ അവൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് താൻ ജായിനെ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് ജായ എന്നാണ്. ആ സമയം ഫ്രണ്ട്സ് ആ പേരിട്ടിട്ട് എന്താ പറഞ്ഞത് ജായോ, അവളെ എന്തിനാണ് നീ കാണാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ആക്ച്വലി ഈ ജാ എന്ന് പറയുമ്പോൾ നമ്മുടെ നോർത്തിൻ്റെ എക്സാണ്. നോർത്തും ജായും ഒരു റിലേഷനിലായിരുന്നു. ആ ഒരു ടൈമിന് അവളാണെങ്കിൽ മറ്റൊരു ചെക്കനായിട്ട് ഇഷ്ടത്തിലായി. അങ്ങനെ നോർത്തിൻ്റെ അടുത്ത് നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ പയ്യൻ ഇവളെ ചീറ്റ് ചെയ്യുന്നത് ഇവൻ ബാറിൽ വെച്ച് കണ്ടു ഒരിക്കൽ. അങ്ങനെ അവൻ ബാറിൽ വെച്ച് ആ പയ്യനായിട്ട് അടിയുണ്ടാക്കി. ആ അടിയിലാണ് നമ്മുടെ ജോഹാൻ വന്നിട്ട് ഇവനെ ഹെൽപ്പ് ചെയ്യുകയും ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തതും ഇവൻ ജോഹാന് കൊടുക്കാനായിട്ട് കുറേ കടങ്ങളുണ്ടാവേണ്ട ആ സിറ്റുവേഷൻ വന്നതും. അങ്ങനെ ഇപ്പോൾ ഈ ഒരു സീനിലേക്ക് വീണ്ടും പ്രസൻറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ജായിനെ കാണാൻ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഫ്രണ്ട്സ് എല്ലാവരും വേണ്ട നീ അവളെ കാണണ്ട, അവൾ മിക്കവാറും വീണ്ടും നീയുമായിട്ട് സെറ്റ് ആവണമെന്ന് പറയാനായിട്ട് വന്നേയിരിക്കും, നിനക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, എന്നാൽ നിൻ്റെ മനസ്സ് ചിലപ്പോൾ യെസ് പറഞ്ഞു പോകും, അതുകൊണ്ട് പോകണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ യെസ് പറയത്തില്ല, എന്തായാലും ഞാൻ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്നിട്ട് അവളെ മീറ്റ് ചെയ്യുമ്പോൾ ക്യാഷ്വലായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം എന്തിനാ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞെന്ന് നോക്കിയാണ്. ആ സമയം അവൾ നീ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അവൻ എന്നെ ചീറ്റ് ചെയ്തു, പിന്നെ അവനാണെങ്കിൽ ഈ കോളേജിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തു, അവനെന്നെ ചീറ്റ് ചെയ്യുന്ന കണ്ടിട്ടാണല്ലേ അന്ന് നീ ബാറിൽ അടിയുണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഓർത്ത് അതേന്ന് പറയാണ്. അങ്ങനെ അതൊക്കെ സംസാരിച്ചിട്ട് അവളാണെങ്കിൽ ചോദിക്കണമെന്നുണ്ട് ഒന്നും തോന്നരുത്,
മോശമാണെന്നറിയാം, എന്നാലും നമുക്ക് വീണ്ടും ഒന്നേന്ന് സെറ്റായാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഉടനെ തന്നെ ഇല്ല പറ്റത്തില്ല, അത് ശരിയാവത്തില്ല, വേറൊന്നുമില്ലെങ്കിൽ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം അവൻ മറ്റൊരിടത്ത് നിന്ന് മാറിയിരിക്കുകയാണ്. ഇതേ സമയം ഇവനെ ഫോളോ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നാവ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാവ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ഒരുപക്ഷെ അവൻ അവളുടെ അടുത്ത് എസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് അവൻ വന്നിട്ട് നീ അവളുടെ എസ് പറഞ്ഞോ, കുഴപ്പമില്ല, എന്തായാലും നിൻ്റെ ലൈഫല്ലേ, ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഇടപെടാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഓർത്ത് ഞാൻ എസ് പറഞ്ഞില്ല, പക്ഷേ എന്തോ എനിക്ക് വീടായിട്ട് ഫീൽ ചെയ്യുന്നു. മുമ്പ് അവളെക്കുറിച്ച് ആലോചിക്കാതെ എനിക്കൊരു സെക്കൻഡ് പോലും ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ വീണ്ടും ഒന്നിച്ചാലെന്ന് വെച്ചപ്പോൾ ഒന്നും ആലോചിക്കാണ്ട് ഞാനങ്ങ് നോ പറഞ്ഞു. എനിക്കെന്തോ അത് വല്ലാണ്ട് വീടായിട്ട് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ഞാൻ അതൊരിക്കലും വീടല്ല, നീ അങ്ങനെ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിനക്ക് അവളോടുള്ള ഫീലിങ്സ് മൊത്തത്തിൽ പോയി എന്നാണ്. ഒരുപക്ഷെ അതിന് മറ്റൊരർത്ഥം കൂടെ വരാൻ ചാൻസ് ഉണ്ട്. നിനക്ക് മറ്റാരോടോ ഇപ്പോൾ ഒത്തിരി സ്നേഹമുണ്ട്, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഓർത്ത് ആലോചിക്കുകയാണ് എന്തൊക്കെയോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ടേറും ടൈഫൂണും ഒക്കെ ആയിട്ട് ഇവരാണെങ്കിൽ എന്താ യൂണിയനിലുള്ള പിള്ളേരായതുകൊണ്ട് തന്നെ അവർക്ക് എന്തോ ഒരു പ്രോഗ്രാം സംഭവം അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ സീനിയേഴ്സ് നടത്തുന്ന പ്രോഗ്രാമിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ അതിൽ പാട്ടിൽ ഡാൻസ് കളിക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ടൈമിന് ഓരോ സ്റ്റുഡൻസിനും സീനിയേഴ്സിൽ അവരെ പഠിപ്പിക്കാനായിട്ട് അവരുടെ മെൻറ്റേഴ്സായിട്ട് ഓരോ സീനിയറിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോ സീനിയേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങളുടെ സീനിയർ ആരാന്ന് അറിയാമെന്നുള്ളവർ നേരെ അങ്ങോട്ടേക്ക് പൊക്കോ, അറിഞ്ഞൂടാത്തവർ ഇവിടെ ഇരിക്കാനായിട്ട് പറയാണ്. അറിയാമെന്നുള്ളവർ എല്ലാവരും എഴുന്നേറ്റ് പോകുന്നുണ്ട്. അറിഞ്ഞൂടാത്തതായിട്ട് നമ്മുടെ ടേറും ടൈഫൂണും പിന്നെ 2-3 പിള്ളേർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് പണിഷ്മെൻ്റ് ഉണ്ട്. അങ്ങനെ അവർക്കാണെങ്കിൽ ഓരോ കോസ്റ്റ്യൂംസ് കൊടുക്കാണ്. സത്യം പറഞ്ഞാൽ എല്ലാവരും കോസ്റ്റ്യൂംസ് ഒന്നും ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 1-2 ഹോട്ട് ഡോഗും കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് 2-3 പേരൊക്കെ നിൽക്കുന്ന കാണുന്നുണ്ട്. നമ്മുടെ ടേറിനാണെങ്കിൽ തലയുടെ സൈഡിൽ കൂടെ ഇട്ട് എന്തോ ഇലയും കാടും ഒക്കെ ഇങ്ങനെ ഇട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇട്ടിട്ട് ഇവരങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കണം എല്ലാവരും മുന്നിൽ നിന്ന്. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന ടൈമിന് നമ്മുടെ ടേറാണെങ്കിൽ ഇലയൊക്കെ ചൊറിയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇവരെ നിർത്തി ഫോട്ടോ എടുക്കുവാണ്. ആ സമയത്ത് കറക്റ്റ് ഇവനെ പിക്ക് ചെയ്യാനായിട്ട് ഹില്ല് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹില്ല് ഇവൻ്റെ കോസ്റ്റ്യൂം കണ്ടിട്ട് ക്യൂട്ട് എന്നുള്ള രീതിയിൽ നോക്കിയിരിക്കുന്നുണ്ട്. എന്നാൽ ടേറാണെങ്കിൽ ഹില്ലിനെ കണ്ടത് അയ്യോ നാണക്കേടെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അതിനുശേഷം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇവനാണെങ്കിൽ ഹില്ലിൻ്റെ അടുത്ത് പോകാൻ നിൽക്കുന്ന ടൈമിന് ഹില്ലിൻ്റെ കുറേ ഫാൻ ഗേൾസ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതേ സമയം ടൈഫൂണാണെങ്കിൽ നിനക്ക് ജെലസ് ആവുന്നില്ലെന്ന് വെച്ചപ്പോൾ ഞാനോ എൻ്റെ ബോയ് ഫ്രണ്ട്സ് ഒന്നും ആയില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ടൈഫൂൺ അപ്പോൾ നിൻ്റെ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിൽ ഈ നേരം കൊണ്ട് ജെലസായി അവനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പോയേനെന്ന് പറയുന്നുണ്ട്. അതേസമയം ടേറ് നേരെ ഹില്ലിൻ്റെ അടുത്ത് ചെന്നിട്ട് അവന് ജലസ് അല്ലെന്ന് പറഞ്ഞെങ്കിലും ജലസ് ആവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് വിശക്കുന്നു, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഹില്ലിനെയും വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ ഹില്ലിനെയും കൊണ്ട് അങ്ങോട്ട് എത്തി കഴിഞ്ഞപ്പോഴാണ് ഹില്ല് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ടേറിൻ്റെ ആ ഒരു കഴുതി കൂടെ ആ ഒരു ഇലയെ സംഭവം കിട്ടതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവിടെ റാഷസ് വന്നിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ അത് ചൊറിച്ചിൽ പോലെ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹില്ല് മെഡിസിൻ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അവനടുത്ത് കൊണ്ടുപോയി മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയം ടേറ് എനിക്ക് ഈ സിറ്റുവേഷൻ കാണുമ്പോൾ മുമ്പുള്ള ആ ഒരു സിറ്റുവേഷൻ ഓർമ്മ വരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹില്ല് ഏത് സിറ്റുവേഷൻ എന്ന് പറയാണ്. അപ്പോഴാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഇവർ സ്കൂളിൽ പഠിക്കുന്ന ടൈമിന് ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് ടേറ് പോകാൻ നിൽക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് ഒരു സ്കൂട്ടർ വരുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കാതെയാണ് ഇവനാണെങ്കിൽ പോകാൻ തുടങ്ങിയത്. അപ്പോൾ ആ സ്കൂട്ടർ ഇവൻ്റെ നേർക്ക് വരുന്ന കണ്ടിട്ട് ഉടനെ തന്നെ ഹില്ലാണെങ്കിൽ ഇവനെ പിടിച്ച് മാറ്റുന്നുണ്ടായിരുന്നു. അതേസമയം ഇവർ രണ്ടുപേരും വന്ന് വീണിട്ടുണ്ടായിരുന്നു. ടേറിൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ടേർ അപ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ പോയിട്ട് മരുന്ന് വെച്ചോളാം എന്ന് പറഞ്ഞായിരുന്നു. എന്നാലും ഹില്ല് ഇവനെ വിടാതെ നേരെ എന്നെ സ്കൂളിൻ്റെ അകത്തുള്ള മെഡിക്കൽ റൂമിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് അവന് മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സമയം അവർ കുറേ കാര്യങ്ങളും ഫ്രണ്ട്സിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു കാര്യമൊക്കെ ഇവർ രണ്ടുപേരും ആലോചിച്ചിട്ട് ടേറ് നീയാണെങ്കിൽ ഇപ്പം റെഡിയാണെങ്കിൽ നീ എന്തുകൊണ്ടാണ് എന്നെ വിട്ടിട്ട് പോയെന്ന് എനിക്ക് പറഞ്ഞു തരാമോന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഹില്ലിനാണെങ്കിൽ പറയാനൊരു പേടിയുണ്ട്, ടെൻഷനുണ്ട്. അതേസമയം ടേറ് ഇതിൻ്റെ മുത്തശ്ശിയുടെ ആക്സിഡൻറ്റിനെ പറ്റി എനിക്കറിയാം, കൂടുതൽ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാമോന്ന് ചോദിക്കുകയാണ്. ആ സമയം ഹില്ല് നീ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞില്ലേ എന്നിങ്ങനെ പറയുന്ന ടൈമിന് അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ സമയം എൻ്റെ ഫ്രണ്ട്സാണോ അത് പറഞ്ഞതെന്ന് ചോദിക്കുന്ന ടൈമിന് അയ്യോ അവരോട് ദേഷ്യപ്പെടല്ലേ, അവർ നിൻ്റെ നല്ലത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹില്ല് ഇല്ല ഒരിക്കലും ഞാൻ അവരോട് ദേഷ്യപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാസ്റ്റിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീൻ കാണിക്കുന്ന ടൈമിന് ഇപ്പോൾ നമ്മുടെ ടേറ് അവൻ്റെ ക്ലാസ് റൂമിൽ ഫ്രീ ടൈം ആയതുകൊണ്ട് തന്നെ ഒരു ബോട്ടിൽ കുറേ പേപ്പർ സ്റ്റാർസ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയമാണ് ഹില്ല് അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് ആക്ച്വലി അവരുടെ ഗ്രാജുവേഷൻ ഡേ ആണ്. അപ്പോൾ ഹില്ലിൻ്റെ ലാസ്റ്റ് ഡേ ആണ് സ്കൂൾ ലൈഫിൽ. അപ്പോൾ ഇത് കഴിഞ്ഞ് അവൻ പോവുകയാണ്. അങ്ങനെ ഹില്ല് വരുന്നുണ്ടതും ടേർ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഹില്ല് വന്നിരുന്ന് അങ്ങനെ ടേറിനോട് സംസാരിച്ചിട്ട് ടേർ ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻ്റെ വീട് ഒരു പാർട്ടി നടത്തുവാണ്, നീ വരാമോ എന്ന് ചോദിക്കുകയാണ്. ടേർ അപ്പോൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന ടൈമിന് ഓക്കെയാ നീ വാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടേർ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ഈവനിങ് അവനും അവൻ്റെ ചേച്ചിയും കൂടെ ആയിട്ട് ഹില്ലിൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ്. വരുമ്പോൾ തന്നെ ഹില്ലിന് അവൻ്റെ ചേച്ചിയാണെങ്കിൽ ഒരു ഡോള് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടേറിനടുത്ത് എനിക്ക് ഗിഫ്റ്റൊന്നും ഇല്ലെന്ന് ചോദിക്കുന്ന ടൈമിന് ടേറാണെങ്കിൽ ഗിഫ്റ്റ് ഉണ്ട് പിന്നെ തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവരകത്ത് പോയിരിക്കുന്നുണ്ട്. ഹില്ലിൻ്റെ വേറെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇവരെല്ലാവരും എൻജോയ് ചെയ്തിരിക്കുന്ന ടൈമിന് നമ്മുടെ ടേറിൻ്റെ ചേച്ചിക്ക് കുടിക്കാനായിട്ട് ഡ്രിങ്ക്സൊക്കെ കൊടുക്കുന്നുണ്ട്, ലൈക്ക് ആൽക്കഹോൾ പോലത്തെ. എന്നാൽ അവൻ്റെ ചേച്ചി അങ്ങനെ ഡ്രിങ്ക് ചെയ്യാതിരിക്കാനായിട്ട് അവന് കുടിക്കാൻ താല്പര്യമില്ലെങ്കിലും ടേർ അതൊക്കെ വാങ്ങിച്ച് കുടിക്കുകയാണ്. ആ സമയമാണ് ഹില്ല് വാഷ്റൂം യൂസ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ടേറും
പുറകെ പോകുന്നുണ്ട്. അവിടെ വാഷ്റൂമിൻ്റെ സൈഡിലായിട്ട് ഹില്ലിന് അവൻ്റെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ടേർ ആ ഗിഫ്റ്റും വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഹില്ല് വന്നതും ടേറാണെങ്കിൽ അവർ ഉണ്ടാക്കിക്കൊണ്ടുവന്ന പേപ്പർ സ്റ്റാർസ് അതിങ്ങനെ കൊടുക്കുന്നുണ്ട്. ഹില്ല് അങ്ങനെ ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാന്ന് പറയുന്നുണ്ട്. ടേർ ആ സമയത്ത് കോളേജിലൊക്കെ പോയി കഴിയുമ്പോൾ എന്നെ മറക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ഹില്ല് അപ്പോൾ ഒരിക്കലും മറക്കത്തില്ല പ്രോമിസ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോമിസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവരുണ്ട് റൂമിലേക്ക് വരുവാണ്. റൂമിൽ വന്നുടനെ തന്നെ ഹില്ല് ടേറിനെ പെട്ടെന്ന് കിസ് ചെയ്യാണ്. ടേറും തടയുന്നില്ല, തിരിച്ച് കിസ് ചെയ്യുന്നുണ്ട്. ഇതുവരെയായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ആ സമയത്ത് ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും തുറന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് കിസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഇൻറ്റിമേറ്റ് ആവാൻ തുടങ്ങുന്നുണ്ട്. ആ സമയം ടേറാണെങ്കിൽ എനിക്ക് ആക്ച്വലി കുറേ നാളായിട്ട് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം തുറന്ന് പറയാണ്. ആ സമയം ഹില്ല് നീ ഇനി മുതൽ എൻ്റെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വീണ്ടും കിസ് ചെയ്യുന്ന ടൈമിലാണ് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ടേറിൻ്റെ അച്ഛനും അവൻ്റെ ചേച്ചിയും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് അവനെ കാണുമ്പോൾ അവരൊക്കെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹില്ലും ടേറും താഴേക്കൊക്കെ വരുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ട്സ്, അതായത് ഹില്ലിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ തന്നെയുണ്ട്. അവിടെ വെച്ച് തന്നെ നമ്മുടെ ടേറിൻ്റെ അച്ഛൻ ബാക്കി നമുക്ക് വീട്ടിൽ വെച്ച് സംസാരിക്കാം, മര്യാദയ്ക്ക് എൻ്റെ അവിടെ വാന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ടുപോകാൻ നിൽക്കുന്നുണ്ട്. ആ സമയം ഹില്ലാണെങ്കിൽ ഇത് ആക്ച്വലി ഞാനാ തുടങ്ങി വെച്ചെന്ന് പറയുമ്പോൾ ഹില്ലിനാണെങ്കിൽ നമ്മുടെ ടേറിൻ്റെ അച്ഛൻ അടിക്കുന്നുമുണ്ട്. ആ സമയം ടേർ ഇടയ്ക്ക് തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും മുന്നിൽ വെച്ചിട്ട് ടേറിനെ വലിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട് വീട്ടിലേക്ക്. അതിനുശേഷം ഹില്ല് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിന് അവൻ്റെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുവാണ്. അവൻ്റെ മുത്തശ്ശൻ വന്നിട്ട് ആ ചെക്കൻ എവിടെയെന്ന് വെച്ചപ്പോൾ അത് അവൻ്റെ അച്ഛൻ വന്നിട്ട് അവനെ കൊണ്ടുപോയി നിങ്ങളാണല്ലേ അവൻ്റെ അച്ഛനെ വിളിച്ച് വരുത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവൻ്റെ മുത്തശ്ശൻ ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ പിന്നല്ലാണ്ട് പെട്ടെന്ന് അവൻ്റെ അച്ഛൻ കയറി വരുമോ, നിങ്ങൾ തന്നെ വിളിച്ചത് എനിക്ക് ഉറപ്പാന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ മുത്തശ്ശൻ ഞാൻ തന്നെ വിളിച്ചത്, പാർട്ടി ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നീ ഏതൊക്കെയോ ചെക്കനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ പരിപാടിയാണ് കാണിക്കുന്നതെന്ന് വെച്ചപ്പോൾ അവനാണെങ്കിൽ അതെൻ്റെ ജൂനിയറാണ്, ഞാനതിനെ വിളിച്ചു, അതിന് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം മുത്തശ്ശൻ അപ്പോൾ ജൂനിയറിനെ വിളിച്ചിട്ട് ഈ പരിപാടിക്കാണോ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുവാണ്. ആ സമയം ഹില്ലിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ സമയം എന്നിട്ട് മുത്തശ്ശനാണെങ്കിൽ നീയാണെങ്കിൽ ഡോക്ടറാകാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പോകല്ലേ, പിന്നെ നീ എന്തിനാ ആ ചെക്കൻ്റെ കൂടെ നടക്കുന്നത്, നിനക്ക് ആ പഠിത്തത്തിൽ ശ്രദ്ധിച്ചാൽ പോരെന്ന് വെച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടാ ഞാനാണെങ്കിൽ ഇത് പഠിക്കാൻ തന്നെ എടുത്തതെന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം അങ്ങോട്ടേക്ക് ഇവരുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്നൊരു ലേഡി വന്നിട്ട് മുത്തശ്ശിക്ക് ആക്സിഡൻ്റ് ആയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവർ നേരെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഹില്ല് അവിടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ടൈമിന് അവൻ്റെ അച്ഛൻ വന്നിട്ട് നീ ടെൻഷനാവാതെ മുത്തശ്ശി പെട്ടെന്ന് തന്നെ ഓക്കെ ആവും എന്നിങ്ങനെ പറയാണ്. അതേസമയം വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം അവൻ്റെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വെച്ച് മുത്തശ്ശനോട് സംസാരിക്കുന്ന ടൈമിന് ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്കിനി നിൻ്റെ ഫോൺ ഉപയോഗിക്കാനും പറ്റില്ല, ആരെയും കാണാനും പറ്റില്ല എന്ന്. അങ്ങനെ ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ മുത്തശ്ശനോട് സംസാരിച്ച് ഒരു തീരുമാനമാക്കാമെന്ന് അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. അവൻ്റെ അച്ഛൻ എന്തോ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, മുത്തശ്ശനെ പോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. അതേസമയം അവൻ്റെ അടുത്ത് മുത്തശ്ശിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ചിയാങ്മായിലോട്ട് ഞങ്ങൾക്ക് മാറേണ്ടി വരും, നിനക്ക് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ടൈമിന് അവൻ താനും കൂടെ വരാമെന്ന് പറയാണ്. അങ്ങനെയാണ് മുത്തശ്ശിയുടെ ട്രീറ്റ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഫാമിലിയോടെ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയത്. കോളേജിൻ്റെ കാര്യം എന്താവും നോക്കുമ്പോൾ താൻ അവിടുത്തെ ഒരു കോളേജിൽ പഠിച്ചോളാമെന്നും ഹില്ല് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഹില്ലാണെങ്കിൽ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നതാണ്. ആ സമയം ഡ്രൈവർ അവനെ കൊണ്ടുപോകുന്ന ടൈമിന് എനിക്ക് ടേറിനെയും കൂടെ ഒന്ന് മീറ്റ് ചെയ്യണം, ഫസ്റ്റ് നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ എന്ന് ഡ്രൈവറിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഡ്രൈവർ പറ്റില്ല സാർ, നിങ്ങളുടെ മുത്തശ്ശനാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങളെ നേരെ വീട്ടിലോട്ട് കൊണ്ടുതന്നെ പറഞ്ഞത്, മുത്തശ്ശനായിട്ട് വേറെ എവിടെയും പോയെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിൽ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡ്രൈവർ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നേരെ വീട്ടിൽ പോകുന്നതിന് നേരം ടേറിനെ കാണാൻ വരുവാണ്. അങ്ങനെ ടേറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ടേർന്ന് വിളിക്കുന്നുണ്ട്. എന്ന് ഇറങ്ങി വന്നത് ടേറിൻ്റെ അച്ഛനായിരുന്നു. അച്ഛൻ വന്നിട്ട് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, നിന്നെ മേലെ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല, മര്യാദയ്ക്ക് പൊക്കോ, ടേറിന് നിന്നെ കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവന് പറഞ്ഞു വിടാണ്. എന്നാൽ അവൻ പോവാതെ ഇങ്ങനെ തന്നെ നിൽക്കുന്ന ടൈമിൽ ഡ്രൈവറും നമുക്ക് വീട്ടിലോട്ട് പോവാം, മുത്തശ്ശനെങ്ങാനും നീ ഇങ്ങോട്ടേക്ക് വന്നെന്നിറങ്ങിയാൽ നിനക്ക് തന്നെ പ്രശ്നമാകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളെല്ലാം ടേറിനോട് പറയുന്നുണ്ട്. ആ സമയം ടേർ സോറി, ഞാൻ തന്നെ ശരിക്കും തെറ്റിദ്ധരിച്ചു, ഞാൻ വിചാരിച്ചു നീ എന്നെ ഇട്ടിട്ട് പോയതാണെന്ന്. ആ സമയം ഹില്ല് അല്ല, ഞാനാണെങ്കിൽ നിന്നെ കോൺടാക്ട് ചെയ്യാൻ പിന്നെ കുറേ ശ്രമിച്ചു, എന്നാൽ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ടയർ അതിന് കാരണം ഞാൻ വിചാരിച്ചു നീ എന്നെ ഇട്ടിട്ട് പോയതാണെന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തത്തിൽ നിന്നെ അങ്ങ് അവോയ്ഡ് ചെയ്തു എന്ന് പറയാണ്. ആ സമയം ഹില്ലാണെങ്കിൽ അങ്ങനെയായിരുന്നല്ലേ, നിനക്ക് പിന്നെ വീട്ടിൽ എന്തായി പ്രശ്നം, അന്ന് ഞാൻ നിൻ്റെ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നല്ലോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ടയർ അത് പിന്നെ അന്ന് വീട്ടിൽ ചെന്നിട്ട് ഞാനും അച്ഛനും തമ്മിൽ ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായി, അതിനുശേഷം ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹില്ല് സോറി പറയുമ്പോൾ ടയർ സോറി പറയണ്ട, എൻ്റെ തെറ്റും ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹില്ല് ഇനി ഞാൻ നിന്നെ ഒരിക്കലും ഇട്ടിട്ട് പോകത്തില്ല, എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് നോർത്താണെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയ ബാറിൽ വർക്ക് കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നതാണ്. അങ്ങനെ അവൻ നോക്കുന്ന ടൈമിന് അവൻ്റെ ഫോൺ കാണുന്നില്ല. അങ്ങനെ അവൻ മൊത്തം അവിടെ അന്വേഷിക്കുന്നുണ്ട്. എല്ലായിടത്തും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ടൈമിന് അന്ന് അവനോട് ഫ്ലേർട്ട് ചെയ്ത് അതേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആ ഒരു പയ്യൻ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇതാണോ നീ അന്വേഷിച്ച് നടക്കുന്നതെന്ന് വെച്ചിട്ട് അവൻ്റെ ഫോൺ കാണിക്കുന്നുണ്ട്. ആ സമയം അതെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ പോകുമ്പോൾ ആ പയ്യനത് കൊടുക്കുന്നില്ല, പകരം നോർത്തിനെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യാൻ നോക്കുകയാണ്. എന്നാൽ നോർത്ത് അവനെ തടങ്ങി മാറ്റിയിട്ട് അവൻ ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ അവിടെ ഓൾറെഡി ആ പയ്യൻ്റെ 2 ഫ്രണ്ട്സ് ഇപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവനെ തടയുവാണ്. ഈ പയ്യനെ തടങ്ങിയിട്ട് എന്താ വിചാരിച്ചത്, എൻ്റെ അടുത്തുനിന്ന് പോവാന്നോ, നിന്നെ ഞാൻ
എൻ്റേതാക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവൻ വാശി പിടിക്കുന്നതുകൊണ്ട് തന്നെ നോർത്തിൻ്റെ വയറ്റിൽ അവനൊന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നോർത്തിനാണെങ്കിൽ എഴുന്നേറ്റിക്കാൻ പറ്റുന്നില്ല. വയറിന് വേദനിച്ച കാരണം അവനിങ്ങനെ മുട്ടൂത്തി കുനിങ്ങിയിരിക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് 2 ബോഡി ഗാർഡ്സ് വന്നിട്ട് ഈ 3 പയ്യന്മാരെയും പിടിച്ച് മാറ്റി നിർത്താണ്. അവരുടെ ഒരാളെ തോക്കും ഉണ്ടായിരുന്നു. അത് ആക്ച്വലി നമ്മുടെ ജോഹാൻ്റെ ആൾക്കാരാണ്. ജോഹാൻ അങ്ങോട്ടേക്ക് എന്നിട്ട് അവരുടെ അടുത്ത് ഇവരെ മുന്നിലും കാര്യം നോക്കിക്കോളാൻ പറഞ്ഞിട്ട് നോർത്തിനെ ഹെൽപ്പ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ അതും കാണിച്ച് ഈ ഒരു എപ്പിസോഡ് എൻ്റെ ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടുതരുന്നവരെ ബൈ.